ഹലോ, അസ്സലാമലൈക്കും. രാവിലെ തന്നെ ഒന്നിപ്പോൾ മീൻ കിട്ടീന് കേട്ടോ. ഞാൻ എണീച്ച് വന്നപ്പോഴത്തേനും ഉമ്മ അതാ നന്നാക്കാൻ തുടങ്ങിയാണ് മീന്. അപ്പം നമുക്ക് കഷ്ണ മീനും മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഉമ്മ നല്ലോണം ക്ലീൻ ചെയ്തു. പച്ചക്കറികളൊക്കെ ഞാൻ ഉമ്മാക്ക് നുറുക്കി കൊടുത്താണ്. അപ്പം ഉമ്മ സാമ്പാർ വെക്കാൻ വേണ്ടിക്കാണ്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, എല്ലാവരും വന്നതല്ലേ വരുന്ന്. അപ്പം അങ്ങനെ വെക്കാൻ വേണ്ടിക്കാണ്ട് സാധനം അന്വേഷിച്ചത്. ഇത് കുറച്ച് കോവക്ക ഉണ്ടേനി, അത് നമുക്ക് ഉപ്പേരിയും വെക്കരുതി. അപ്പം സാമ്പാർ പരിപ്പും ചേനയും വേവിച്ചാണ് ആദ്യം. കുറച്ച് വേവുണ്ടല്ലോ, അത് അയക്കിഞ്ഞ് പച്ചക്കറികളെ ചമ്മ ഉണ്ടാൻ വേണ്ടിക്കാണ്ട് പച്ചക്കറി കഴുകിക്കാണ്ട് കുക്കർക്ക് ഇട്ടാണ്. അപ്പോൾ ആദ്യം ഒരട്ടം കഴുകിയതാണ്, പിന്നെ വെള്ളം പാർന്നിട്ടതേനി. അങ്ങനെ അമ്മയ്ക്ക് പച്ചക്കറികളെ ചട്ടാണ് ഇടാണ്. അപ്പോൾ ചേനക്ക് അത് വേവ് ഉണ്ടായതുകൊണ്ട് ചേന പരിപ്പ് കൂടെ ഇട്ട് കണ്ടിട്ട് ഒരു 2 കൂക്ക് കൊണ്ട് അടുപ്പിച്ചതാണ്. എന്നാൽ പിന്നെ മറ്റീൻ്റെ മാതിരി മറ്റേ പച്ചക്കറികൾക്കൊന്നും വലിയ വേവില്ലല്ലോ. പല പച്ചക്കറികളും മട്ടാണ്. പിന്നെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്താണ് പരിപ്പ് ചെറുതാവാൻ വേണ്ടിക്കാണ്ട്. അത് കുറച്ച് കായാണ് കേട്ടോ ഈ കിട്ടണത്. കായം പൊടിയല്ല, കഷ്ണമാണ് കായത്തിൻ്റെ. അടമ്മ ഒരു കൂക്ക് ഉപ്പിട്ടാണ്, ഉപ്പ് കമ്മിയായപ്പോൾ ഉപ്പിട്ടാണ്. പരിപ്പൊക്കെ കുറച്ച് ഇട്ടീനിമ്മ. എന്നിട്ട് അങ്ങനെ 2 വിസിലായിയാണ്. എന്നിട്ട് അതിക്കുമ്പോൾ സാമ്പാർ പൊടി വെച്ചിട്ടുകാണ്ട് കറി റെഡിയാക്കി വെച്ചു. അപ്പം അതിന് ഇവിടെ അമ്മ കോവക്ക നുറുക്കിക്കാണ്ട് ഉപ്പേരിയാക്കിക്കാണ്ട് അവിടെ അടുപ്പിൽ വെച്ചാണ്. ഇത് ഉപ്പേരിയായിന്. നല്ല രസമാണ് കോവക്കപ്പേരി. ഒന്നുകൂടി ഇങ്ങോട്ട് വേവാണ്ട്, അപ്പോൾ അത് മൂടി വെച്ചാണ്. അത് സാമ്പാറച്ചായി, ചോറുമായി. ഇനിയിപ്പോൾ ചോറ് നട്ട് എഴുതിയാണ്ട് വിശന്ന് വരിഞ്ഞും ചെയ്താണ്. അങ്ങനെ ചോറ് നട്ട് കരുതി പ്ലേറ്റൊക്കെ ചോറ് കണ്ട് കറി വെച്ച് പറഞ്ഞു. നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാർ. അപ്പം നേരത്തെ അമ്മ മീൻ പൊരിച്ച് വെച്ചും ചെയ്തീനി അവിടെ. അപ്പം സാമ്പാറും മീനും എടുത്താണ്. പിന്നെ കോവക്കപ്പേരിയും കുറച്ചെടുത്തുകൊണ്ട് അങ്ങനെ ചോറച്ച അതായത് ഉച്ചക്കത്തച്ച കഴിഞ്ഞു. നിങ്ങളെ വീട്ടിൽ ചെന്നപ്പോൾ എത്താ ഉപ്പേരി വെച്ച് അങ്ങനെ സാമ്പാറും കോവക്കപ്പേരി മീനും വെച്ചായിക്കാണ് ഇന്നത്തെ ഉച്ചയൂണ് റാഹത്തായി. അങ്ങനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവരും.